ലൈഫ് ഓഫ് ട്രാവൽ ഡേയ്സ് ഇന്നും നിങ്ങളെ ക്ഷണിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക്. മാന്യ പ്രേക്ഷകർക്കും ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാണെന്ന്. ഇന്ന് നമ്മുടെ യാത്ര കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിലേക്കാണ്. മാനാഞ്ചിറ സ്ക്വയറിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. മാനാഞ്ചിറ സ്ക്വയറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കോഴിക്കോട് സിറ്റി ബസ്സിൽ കയറുക. സിറ്റി ബസ്സിൽ നിന്നും കോഴിക്കോട് മാനാഞ്ചിറ എന്ന് പറഞ്ഞാൽ അവിടെയുള്ളൊരു ബസ് സ്റ്റാൻഡിൽ നിങ്ങളെ ഇറക്കുന്നതാണ്. അവിടെ ഇറങ്ങി ഒരു 5 മിനിറ്റ് നടന്നാൽ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് എത്തിച്ചേരാം. കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങി അവിടെ നിന്നും ഓട്ടോ വിളിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മാനാഞ്ചിറ സ്ക്വയറിലേക്ക് എത്തിച്ചേരാം. ഇതിൻ്റെ അകത്തേക്ക് കയറിയാൽ വളരെ മനോഹരമായൊരു പ്ലേസ് തന്നെയാണ് മാനാഞ്ചിറ സ്ക്വയർ. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുവാനും പാർട്ടികൾ കൂടുവാനും നല്ലൊരു ഏരിയ തന്നെയാണ് മാനാഞ്ചിറ സ്ക്വയർ. കുട്ടികൾക്ക് കളിക്കുവാനും ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ എന്നിവയെല്ലാം കളിക്കുവാനും ഇവിടെ സൗകര്യങ്ങളുണ്ട്. നല്ലൊരു സായാഹ്നം ഫാമിലിയോടൊത്ത് ആസ്വദിക്കാൻ നമുക്ക് മാനാഞ്ചിറ സ്ക്വയറിലേക്ക് വരാവുന്നതാണ്. 2 മണിക്ക് ശേഷമാണ് ഇവിടെ പ്രവേശനമുള്ളത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനാവശ്യമായ ഫുട്ബോൾ ഗ്രൗണ്ടും ക്രിക്കറ്റ് പിച്ചുകളും ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഈ കാണുന്ന മരത്തണലുകളിൽ ഇരുന്ന് നമുക്ക് സായാഹ്നങ്ങൾ ആസ്വദിക്കാവുന്നതാണ്. നല്ല തണൽ മരങ്ങൾ തന്നെയാണ് ഇവിടെയെല്ലാം വെച്ചു പിടിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് കാണുവാനും സാധിക്കും. വളരെ വലിപ്പമുള്ള മരങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. നമ്മൾ ഈ കാണുന്ന ആൽമരം വളരെ വേറിട്ടതായിട്ട് തോന്നി. നമുക്കൊന്ന് അടുത്തേക്ക് പോയി നോക്കാം. വളരെ ഭംഗിയുള്ള ആൽമരം തന്നെ. വേരുകളെല്ലാം തന്നെ മണ്ണിലേക്ക് ഇറങ്ങി വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റേജും ഒരു ഗാലറിയും നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും പ്രോഗ്രാംസുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഇവിടെ വച്ചിട്ടാണ്. നമ്മൾ
ഇതിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഒരു ഏരിയയാണ് മാനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്നത്. കോഴിക്കോട് ടൗണിലേക്കുള്ള ജലസേചനത്തിൻ്റെ ഒരു ഉറവിടം തന്നെയാണ് ഈ മാനാഞ്ചിറ സ്ക്വയർ. പണ്ട് കാലം മുതൽ ഈ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത് ചാലിയാർ പുഴയിൽ നിന്നുമാണ്. ഇപ്പോഴും അത് തുടരുന്നുവെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. മണ്ണിനടിയിലൂടെയുള്ള വലിയ പൈപ്പുകൾ വഴിയാണ് മാനാഞ്ചിറ സ്ക്വയറിലേക്ക് ചാലിയാറിൽ നിന്നും വെള്ളം എത്തിക്കുന്നത്. ഇതിൻ്റെ ഇടയിലൂടെയെല്ലാം കരിങ്കൽ പാളികൾ കൊണ്ട് തീർത്ത നടപ്പാതകൾ കാണാൻ സാധിക്കും. വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ നടപ്പാതയുടെ സെൻട്രലിലെത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു മാലാഖയുടെ സ്റ്റാച്യു കാണാൻ സാധിക്കും. വളരെ ഭംഗിയായിട്ട് തന്നെ അത് നിർമ്മിച്ചിട്ടുണ്ട്. മറ്റു ചില പ്രതിമകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഈ യാത്രയിൽ നാട്ടിൻപുറങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഈന്തച്ചെടികളെയും കാണാൻ സാധിക്കും. ഇതാ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ മാനാഞ്ചിറ സ്ക്വയർ. വലിപ്പത്തിലും വെള്ളത്തിൻ്റെ തോതിലും വളരെ കാഠിന്യമേറിയ ഒരു ഏരിയ തന്നെയാണ് ഇത്. നമ്മുടെ യാത്രയിൽ ഈ സിറ്റിയുടെ പല ഭാഗങ്ങളിലേക്കും എത്തിച്ചേരുവാൻ ഈ മാനാഞ്ചിറ സ്ക്വയർ ചുറ്റിക്കറങ്ങിയിട്ട് വേണം എത്തിച്ചേരുവാൻ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്നവരെല്ലാം തന്നെ ഞങ്ങൾക്കൊരു കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ സബ്സ്ക്രൈബ് കൗണ്ട് കൂട്ടുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമല്ലോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാവുന്ന ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ മരത്തണലിലൂടെ നടക്കുമ്പോൾ തന്നെ പഴയകാല നൊസ്റ്റാൾജിക് ഫീലാണ് നമുക്ക് അനുഭവപ്പെടുക. നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്ക് തിരിച്ചു പോയതുപോലെ ഒരു തോന്നൽ തന്നെ നമുക്ക് ഉണ്ടാകുന്നു. ഈ ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ ആളുകൾ കളിക്കുന്നത് കാണാൻ സാധിക്കും. എന്നും വൈകുന്നേരങ്ങളിൽ നമുക്ക് സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണിത്.
മാനാഞ്ചിറ സ്ക്വയറിനോട് നമ്മൾ വിട പറയുകയാണ്. പുതിയൊരു നല്ല വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നതാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സലീം എന്നൊരു ചേട്ടൻ ഇവിടെ ഐസ്ക്രീം വിൽക്കുന്നതായിട്ട് കണ്ടു. ഞാനൊരു ഐസ്ക്രീം വാങ്ങിക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റിയുള്ളൊരു ഐസ്ക്രീം തന്നെ. സ്ട്രോബെറിയാണ് ഞാൻ വാങ്ങിയത്. ഇവിടെ വരുന്നവർ സലീം ചേട്ടൻ്റെ കയ്യിൽ നിന്നും ഐസ് വാങ്ങി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ നമ്മളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ ബാക്ക് ഓഫ് യൂട്യൂബ് ചാനൽ സൈനിങ് ഓഫ്.